നമുക്ക് ഈ കണ്ട ഐറ്റംസും ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതാണ് ഫസ്റ്റ് ടാസ്ക്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ വറുത്തരക്കണം കേട്ടോ. തേങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാൻ വറുത്തരച്ചിട്ട് മാറ്റി വെക്കുക. ദെൻ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴഞ്ഞ് കിട്ടണം. ദെൻ നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടണം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കാം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. ദെൻ ഞാൻ ആദ്യം തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ചേർത്തത്. നമുക്ക് ആ ഒരു മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇത് നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. കാരണം ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഊറി വരുമല്ലോ എന്താണെങ്കിലും. കണ്ടോ, ചിക്കനിൽ തന്നെ ഊറി വന്ന വെള്ളമാണ് അതൊക്കെ. അപ്പോൾ നമുക്കിത് വെന്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് സെറ്റായിട്ടേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ പറഞ്ഞ മസാലകളൊക്കെ പൊടികളൊക്കെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോഴും വെള്ളം ഒഴിക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ മൂടി വെച്ചിട്ട് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്തരച്ച തേങ്ങ അതിലോട്ടേക്ക് ചേർക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടെടുക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, നമ്മൾ വറുത്ത തേങ്ങ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, കാരണം വറുത്ത തേങ്ങയുടെ കറിയാണ്. അപ്പോൾ ആ ഒരു തേങ്ങ ഇതിൽ നിന്ന് വറ്റി കുറുകി വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിലോട്ടേക്ക് കയറിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറി തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആ ഒരു വറുത്ത തേങ്ങയും ചിക്കനും നല്ല കോംബോ ആണല്ലോ. അത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വറ്റി വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം വറ്റണോ അത്രത്തോളം വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.